സുഹൃത്തുക്കളെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നടന്ന നമ്മുടെ സർക്കാർ നടത്തിയ ആ തീരുമാനത്തിന് അനുബന്ധമായിട്ടാണ് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ്, LDF-കാർ, UDF-കാർ, BJP-കാർ എല്ലാവരും നമ്മൾ ഫോളോ ചെയ്യുന്നവർ, എല്ലാവരോടും നമ്മുടെ സ്നേഹവും ആദരവും ഉണ്ട്. ഈ പോസ്റ്റ് എന്താ പറയുക, രാഷ്ട്രീയമായിട്ടുള്ള പോസ്റ്റല്ല, നമ്മുടെ ഒരു വ്യക്തമായ നിലപാട് പറയാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, 56 രൂപയിൽ നിന്ന് ജയിലിൽ കഴിയുന്നവർക്ക് 560 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. നിങ്ങളെല്ലാവരും അറിഞ്ഞ വാർത്തയാണ്. ഞാൻ 2 ദിവസം കൊണ്ട് ഇത് ചെയ്യണമെന്ന് ചോദിച്ചു, പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് ആ നിലപാടെടുത്തത്? അതുപോലെ പാവപ്പെട്ട എത്രയോ പേര് ഈ നമ്മുടെ ഈ കാലഘട്ടത്തിലും അവരുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിലും ശമ്പളം വർദ്ധിപ്പിച്ചില്ല. നിങ്ങൾക്കറിയാം, തൊഴിലുറപ്പിന്റെ പണി ചെയ്യുന്നവര്, തൊഴിലുറപ്പിന്റെ മേറ്റുമാർക്ക് 340 രൂപ ശമ്പളം. അതിനിപ്പോ എത്രയോ അമ്മച്ചിമാര്, എത്രയോ അമ്മച്ചിമാരുണ്ടല്ലോ ഈ ക്രിസ്മസ്, ന്യൂ ഇയറിന് അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ അവരുടെ മക്കളെയൊക്കെ ഒന്ന് കാണാനോ ഒന്നിച്ചു കൂടാനൊക്കെ അവർ ആഗ്രഹിച്ചു. പക്ഷെ അത് ചോദിച്ചപ്പോൾ അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അത് സർക്കാർ നിയമ പാലകരോട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എന്താണ് പറയുന്നത്? ഫണ്ട് വന്നിട്ടില്ല, ഫണ്ട് വന്ന ഉടനെ നിങ്ങളുടെ ക്യാഷ് തരുന്നതാണ്. അപ്പൊ അതിന് കൊടുക്കാനൊന്നും ഫണ്ടില്ല. പക്ഷെ ജയിലിൽ കിടക്കുന്ന ക്രിമിനൽ പുള്ളികൾക്ക് ആരും സപ്പോർട്ട് ചെയ്യുകയോ ആരും അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനോ പ്രതിഷേധിക്കാനോ ആരും പോയില്ല. അതിന് മീഡിയേറ്ററായിട്ട് നിന്ന് ആരും പോയില്ല. പക്ഷെ അവർക്ക് ഒറ്റ സ്റ്റെപ്പിൽ 10%, അതായത് 10 ഇരട്ടി, 56 നിന്ന് 560 വർദ്ധിപ്പിച്ചു. അത് ആരും സപ്പോർട്ട് ചെയ്തില്ല. ഇന്ന് നമ്മുടെ വ്യക്തികൾക്ക് വേണ്ടി ഒരു നിവേദനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തില്ല, ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് കൊടുത്തില്ല. എന്തുകൊണ്ട് അവർക്ക് ഇത്രയും ശമ്പളം വർദ്ധിപ്പിച്ചു? അവരെന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്ത് നന്മയാണ് അവർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കുടുംബപരമായിട്ട് അവരെന്താണ് ചെയ്യുന്നത്? പക്ക ക്രിമിനലായിട്ടുള്ള ആൾക്കാരാണ് ജയിലിൽ പോകുന്നത്. 10,000-ൽ 3-4 പേർ മാത്രമേ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ ജയിലിൽ പോകുന്നുള്ളൂ. തെറ്റ് ചെയ്യാതെ നിർഭാഗ്യവശാൽ നിയമം അവർക്ക് പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ അവരുടെ വക്കീലിനെ കൊണ്ട് ജയിക്കുവാൻ കഴിയാതെ ജയിലിൽ പോകുന്ന 3-4 പേരേ ഉള്ളൂ. ബാക്കിയുള്ള 10,000-ലധികം ആൾക്കാർ എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്നത്? പക്ക ക്രിമിനലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ ഏത് തെറ്റ് ചെയ്യാനും ഒരു മനുഷ്യനെന്ന് വരെ അവർ ഭയക്കും. അവരുടെ ഭരണാധികാരികൾക്ക്, അതല്ലെങ്കിൽ ഉദാഹരണം ഗൾഫിൽ പോകുകയാണെങ്കിൽ, ഇന്ത്യ വിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോകുകയാണെങ്കിൽ അവിടുത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.